ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ 5 ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫ്രാൻസ് ആട്ടോ. ഫ്രാൻസിലെ പാരീസിലോട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. എമിഗ്രേഷനിലെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ബാഗേജിൻ്റെ വെയിറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് 5 ദിവസം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് അധികം ഡ്രസ്സ് വേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു ലഗേജും കൂടെ ഒരു ബാഗേജും കൂടെ ആഡ് ചെയ്തിരുന്നു. എന്നിട്ടും ജസ്റ്റ് 1 kg മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. ആ ബാഗ് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. വലിയ കാര്യത്തെ ഇൻട്രോ ഒക്കെ പറഞ്ഞു വന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ കമ്മൽ എവിടെയോ പോയത്. അപ്പം നമ്മുടെ ബോർഡിംഗ് ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഇനി 1 hour കൂടെ ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റിന്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തിനു പറയട്ടോ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. പാരീസിൽ എയർപോർട്ടിൽ നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ആദ്യം പോയത് ഫുഡ് അടിക്കാനാണ്. നന്നായിട്ട് നമുക്ക് വിശന്നായിരുന്നു. ഫ്ലൈറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇൻക്ലൂഡ് അല്ലായിരുന്നേ. ഇവിടെ വന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതിൽ ഒരു കാര്യമാണ് കേട്ടോ, ഇവർക്ക് ഒരാൾക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മൾ അവരുടെ ഭാഷയെ സൈൻ ലാംഗ്വേജ് ഒക്കെ പറഞ്ഞാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി എടുപ്പിച്ചത്. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മളൊരു ട്രെയിനിലാണ് ഐഫൽ ടവർ കാണാനായിട്ട് പോകുന്നത്. ഈ സെയിം ലാംഗ്വേജിൻ്റെ പ്രശ്നം നമുക്ക് ട്രെയിനിനും ഉണ്ടായിരുന്നു. കാരണം ട്രെയിനിലെല്ലാം എഴുതിയേക്കുന്നത് ഇവരുടെ ഫ്രഞ്ചിലാണ്. സോ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ട്രെയിനിൽ മാറി കയറുകയും ചെയ്തു. ഫൈനലി ഇതേ നമ്മൾ ഐഫൽ ടവറിൻ്റെ മുമ്പിൽ എത്തിയേക്കാണ്. നമുക്കൊരു വല്ലാത്ത സന്തോഷമാട്ടോ ഇതിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ. ഐഫൽ ടവറിൻ്റെ വെളിയിൽ വെച്ചിട്ടുള്ള വ്യൂ ആട്ടോ അത്. ഇപ്പം നമ്മൾ ക്യൂ നിൽക്കുന്നത് ഐഫൽ ടവറിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റി ചെക്കിലാണ്. ജസ്റ്റ് അത്ര ടഫായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഒന്നും ആയിട്ട് തോന്നിയില്ല. ഒരു നൈസായിട്ടൊരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഐഫൽ ടവറിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഞാൻ നമ്മളെ എവിടെ പോകുകയെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ആരും കേൾക്കാതെ. നമ്മൾ ലിഫ്റ്റ് വഴി ഐഫൽ ടവറിൻ്റെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഡീറ്റെയിലിങ്ങും ഒക്കെ അറിയണമെങ്കിൽ എലിവേറ്റർ വഴി പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അതാകുമ്പോൾ കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ ഏകദേശം എത്താറായി. അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് പാരീസ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാരീസ് ഓൾമോസ്റ്റ് ഫുള്ള് കാണാനായിട്ട് പറ്റും. എന്തോരം ബിൽഡിംഗ് ആണെന്ന് നോക്കിയേ. നമ്മൾ ഈ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാട്ടോ. ഇവിടുന്ന് ജസ്റ്റ് സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ സമ്മിറ്റാണ്. അവിടെ ഞങ്ങൾ പോയപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ വരെയുള്ള ടിക്കറ്റും എടുത്തിട്ടും ഉള്ളായിരുന്നു. കാരണം ഓരോ ഫ്ലോറിലും ഓരോ ടിക്കറ്റ് റേറ്റാണ്. നമുക്ക് ഏറ്റവും ടോപ്പിലോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ ബൈനോക്കുലർ വഴി ഇങ്ങനെ നോക്കാനായിട്ട് കുറേ നേരം കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നാണ് മനസ്സിലായത് അതിനകത്ത് നമ്മൾ പൈസ ഇട്ടാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ, ജസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് കയറി ആ മുകളിലോട്ട് എത്താൻ പറ്റും. വെതർ കണ്ടീഷൻ കാരണം പല സമയത്തും സമ്മിറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. ഐഫൽ ടവറിന്റെ രാത്രിത്തെ വ്യൂ കണ്ടോ. ഞങ്ങൾ പോയ ദിവസം എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഫൽ ടവറിന്റെ മുകൾ ഭാഗം ബ്ലൂ കളറായിരുന്നു. എല്ലാ അവറിലും 5 minutes ഐഫൽ ടവർ ഇങ്ങനെ സ്പാർക്കിൾ ചെയ്യും കേട്ടോ. അത് കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്നി ലാൻഡ് ആയിരുന്നു കേട്ടോ. ഐഫൽ ടവറിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ കാറിൽ യാത്രയുണ്ടായിരുന്നു ഡിസ്നി ലാൻഡിൽ എത്താൻ. ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഏറ്റവും ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതായിട്ടോ ഡിസ്നി ലാൻഡ്. ആദ്യം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതി, പക്ഷേ പിന്നീട് അത് ഇൻക്ലൂഡ് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു മാജിക്കൽ ഫീലിംഗ് ആയിരുന്നു. കാരണം അവിടുത്തെ ബിൽഡിങ്, അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് തരുന്നത് ഒരു മാജിക് ഫീലിംഗ്. ഞങ്ങളവിടെ ചെന്നപ്പോൾ കാണുന്നത് എല്ലാവരും ഇങ്ങനെ സൈഡിൽ എന്തിനോ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഡിസ്നി പരേഡിൻ്റെ സമയത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത പരേഡ്. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു. ഇറ്റ് വാസ് സൂപ്പർ. അതും കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി പാരീസ് എയർപോർട്ടിൽ വന്നേക്കാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഞങ്ങൾക്ക് വെളുപ്പിന് 6:30 ഫ്ലൈറ്റ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? സ്വിറ്റ്സർലാൻഡ്. വി ആർ ഗോയിങ് ടു സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എയർപോർട്ടിലോട്ട് വന്നേ ഉള്ളൂ. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യണം. ഓക്കെ. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ 3 ദിവസമായിട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാറ് ഹയർ ചെയ്തിരുന്നു. യൂറോപ്പ് കാർ വഴിയാണ് നമ്മൾ കാർ എടുത്തത്. അപ്പോൾ ഇനിയുള്ള 3 ദിവസം നമ്മുടെ യാത്ര ഈ കാറിലായിരിക്കും. അപ്പം ഞങ്ങൾ ആദ്യം കാറ് എടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യമാണെങ്കിൽ ഇച്ചാന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ എന്ന് പറയുന്നത് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് ലെഫ്റ്റ് സൈഡിലായിരുന്നു. ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇച്ചാനും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഈ കിടക്കുന്നത് യൂറോപ്പ് കാർ മാത്രമല്ല കേട്ടോ, പല കമ്പനികളുടെ കാറുകളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ബുക്ക് ചെയ്തേക്കുന്ന കാർ അവർ വന്ന് എടുക്കുന്നുണ്ട്.
ചിലർക്ക് അതിൻ്റെ കൂടെ വേറെ അതിൻ്റെ സ്റ്റാഫുകളും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റാഫില്ലായിരുന്നു. അവരെല്ലാം പറഞ്ഞ് നമുക്ക് തന്നു. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ആദ്യം പോയത് ജനീവ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് കേട്ടോ, ഓൾഡ് ടൗണിലേക്ക്. ആ സിറ്റി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ലക്ഷൂറിയസ് വാച്ച് ബ്രാൻഡുകളുടെയൊക്കെ ഒരു ശേഖരം. സിറ്റി എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ വില്ലേജുകളിലേക്കാണ് കേട്ടോ. ഈ യാത്ര കണ്ടോ, ഒരു യാത്രയിലെല്ലാം ഉടനീളമുള്ള കാഴ്ച ഇതാണ്. മനോഹരമായ മലകളും അത് മഞ്ഞ് നിറഞ്ഞ മലകളും മനോഹരമായ യാത്രകളായിരുന്നു. ഇടയ്ക്ക് നമ്മൾ കുറേ നല്ല ഡെസ്റ്റിനേഷൻ വന്നപ്പോൾ ഇതുപോലെ നമ്മൾ നിർത്തി എൻജോയ് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയത് വില്ലേജസ് ആട്ടോ. നമ്മളിത് സിറ്റിയിൽ നിന്ന് മാറി വില്ലേജസിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞങ്ങളീ പോകുന്നത് ഐസൽവാൾട്ട് എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയേ. ഈവനിങ് സമയത്തെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് ഈ വാട്ടർ ബ്ലൂ കളറിലാവും. അപ്പോഴത്തേക്കൊരു മാജിക്കൽ ഫീലിംഗ് ആണ് ആ വില്ലേജ് മൊത്തത്തിൽ കാണാൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അത് കുറച്ച് ടൂറിസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത് നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ടോ. ഇത്രയും ദിവസത്തെ നമ്മുടെ ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സ്വിറ്റ്സർലൻഡ് വാസ് വെരി എക്സ്പെൻസീവ്. ഞങ്ങളിവിടെ സ്കോട്ട്ലൻഡിൽ കൊടുക്കുന്ന പൈസയുടെ 3 ഇരട്ടി കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ഒരു ഡിഷ് വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ലൗട്ടർബൺ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലേക്കാണ്. അവിടുത്തെ വീടുകൾ കണ്ടോ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഞങ്ങളാണെങ്കിൽ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ആ വില്ലേജ് മൊത്തം നടന്ന് കണ്ടു. നമ്മുടെ യാത്രയുടെ ഐറ്റിനറി ഫുൾ തന്നത് ChatGPT ആണെങ്കിലും ഈ പലരുടെ റീലിലും ട്രാവൽ വ്ലോഗിലും ഒക്കെ ഈ ലൗട്ടർബൺ എന്ന് പറഞ്ഞ വില്ലേജ് ഞാൻ മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് ആയിട്ട് കണ്ടിട്ടുണ്ടേ. സോ ഗ്രാമങ്ങളുടെ ആ നിശബ്ദത നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റഡ് പ്ലേസ് തന്നെയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് ഗ്രിൻഡൽവാൾഡിലേക്കാണ്. അവിടെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പോകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ അമ്മച്ച് നമ്മളെ കുറേ ഇട്ട് കറക്കി. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ തപ്പിപ്പിടിച്ച് പിന്നെയും കുറേ വട്ടം പോയി. എന്നിട്ടും നമ്മൾ കറക്റ്റ് സ്ഥലം കണ്ടുപിടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാറ് പോകുന്ന വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമുക്ക് ഈ വഴി പോകാൻ പറ്റത്തില്ല. ഈ വഴി കാറിൽ പോയാൽ നമ്മൾ ടോപ്പ് മലയുടെ മുകളിലെത്തും. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ആ സത്യം നമുക്ക് മനസ്സിലായത്. ഇനി അങ്ങോട്ട് പോയാൽ പണി പാളുമെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങളത് തിരിച്ചറിയുന്നത്. പോരാത്തിന് റോഡിൻ്റെ നടുക്ക് ഞങ്ങൾ കുറച്ച് നിന്നപ്പം ഐസ് ഫുള്ള് കിടക്കുന്ന, പിള്ളേരാണെങ്കിൽ സ്കീ ചെയ്ത് അതിലേ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇത് കാറ് പോകുന്ന വഴിയല്ല എന്ന്. കുറച്ചുകൂടെ ഞങ്ങൾ പോയായിരുന്നെങ്കിൽ ഞങ്ങൾ മലയുടെ മണ്ടയ്ക്ക് എത്തിയിരിക്കുന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഞങ്ങൾ കുറേ ഗ്രിൻഡൽവാൾഡിലേക്ക് പോകുന്ന കുറേ ആളുകളെ കണ്ട് അവരുടെ കൂടെ ഒരു ബസ്സിൽ ഞങ്ങളുടെ കാർ പാർക്ക് ചെയ്തിട്ട് ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. സത്യത്തിൽ ഇങ്ങനെ പോകേണ്ട കാര്യമില്ലായിരുന്നു, ഡയറക്റ്റ് ഞങ്ങൾക്ക് കാറിൽ അവിടെ എത്താമായിരുന്നു. പക്ഷേ അതും ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഓരോരോ മിസ്റ്റേക്കിലൂടെയാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം അവിടേക്ക് എത്തി. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കണം. അച്ഛൻ അവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്ലിഫ് വാക്ക് ആണ്. അപ്പം അങ്ങോട്ടുള്ള കേബിൾ കാറിൻ്റെ ടിക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കേബിൾ കാറിൽ പോകേണ്ടടുത്താട്ടോ നമ്മൾ കാറിൽ ഗൂഗിൾ മാപ്പ് നോക്കി പോയത്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കുറേ ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമേ. ഇവിടുന്ന് തന്നെ യൂറോപ്പിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള യുങ്ഫ്രൂയിലോട്ടും നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ കേബിൾ കാർ പോയ വഴിയാട്ടോ ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞ് മൂടി വാലീസും, നമ്മൾ പോകുന്ന വഴി താഴെ റിവറും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിടക്കുമായിരുന്നേ. നമ്മളൊരു ഹെവൻലി ഒരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ ആ കേബിൾ കാർ വഴി ഇങ്ങനെ പയ്യെ പോകുമ്പോൾ. ഓരോരുത്തടത്തോട്ടും പോകുന്നതിന് ഓരോ ടിക്കറ്റ് റേറ്റ് ആട്ടോ. നമ്മൾ യൂറോപ്പിൻ്റെ ടോപ്പ് യുങ്ഫ്രൂയിലോട്ട് പോകാൻ ടിക്കറ്റ് അത്യാവശ്യം നല്ല ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരാൾക്ക് എനിക്ക് തോന്നുന്നു 250 സംതിങ് ഉണ്ട്. അപ്പം 2 പേർക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 500 പൗണ്ടോളം ആകും. ഞങ്ങളാണെങ്കിൽ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് വേറൊരു കാഴ്ചയും കൂടെ കണ്ട് താഴേക്കൂടെ കുറച്ച് പ്രായമുള്ള 2 പേര് ഹൈക്ക് ചെയ്ത് മണ്ടയ്ക്കോട്ട് കയറുന്നു. അവരുടെയൊക്കെ മൈൻഡാണ് മൈൻഡ്. നമുക്കെങ്കിൽ ഇച്ചിരി തണുപ്പ് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുമ്പോൾ അവർ ഈ ഇത്രയും ദൂരം ഹൈക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ
നമ്മളപ്പോൾ ക്ലിഫ് വാക്കിന് പോവുക കേട്ടോ. ഏകദേശം ഒരു 25-30 ആണ് നമ്മൾ ക്ലിഫ് വാക്ക് ഉള്ളത്. എനിക്ക് തോന്നിയത് നമ്മളിപ്പം സമ്മറിലാണ് വരുന്നതെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇവിടുത്തെ വ്യൂവും, നല്ല സീനിക് ആയിട്ടുള്ള വ്യൂ ആണ്. പക്ഷെ നമ്മൾ വിൻ്ററിൽ വന്നതുകൊണ്ട് ഫുൾ ഐസാണ്. നമ്മൾ ക്ലിഫ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നേ. അത്രയും തണുപ്പത്തൂന്ന് വന്നിട്ട് ഈ ചൂടുള്ള സൂപ്പും ഒക്കെ ആയിട്ട് ഫുഡ് കഴിച്ചപ്പോൾ എന്നാ സുഖമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള വ്യൂ ആയത് മുമ്പത്തെ വീടുകളുടെ ചില വീടുകൾ മുക്കാൽ ഭാഗവും മഞ്ഞിനകത്തായി. അത്ര നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹോട്ടലിലേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഹോട്ടൽ എത്താറായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൽ ഫുഡ് എല്ലാത്തിനും നല്ല എക്സ്പെൻസ് ഉണ്ട്, ഇന്ത്യൻ ഫുഡിന് പ്രത്യേകിച്ചും. പിന്നെ നമ്മൾ മലയാളികൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇന്ത്യൻ ഫുഡിന് നമ്മൾ പൈസ നോക്കാതെ ചിലവാക്കുമല്ലോ. അടുത്ത ദിവസം ഞങ്ങൾ പോയത് സ്വിറ്റ്സർലൻഡിലെ ലുസേണിലേക്കാണ്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടപ്പം ഒരുപാട് പേര് പോയ ഒരു സ്ഥലം കേട്ടോ ലുസേൺ. അവിടെ ചാപ്പൽ ബ്രിഡ്ജും അതുപോലെ തന്നെ ലയൺസ് മോണുമെൻറ്റും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പണി കിട്ടി കേട്ടോ. അതെന്താന്ന് ഞാൻ പറയാമേ. ഇതാട്ടോ ഫേമസ് ചാപ്പൽ ബ്രിഡ്ജ്. പക്ഷെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇച്ചിരൂടെ ഭംഗി ഇതിനുണ്ടായിരുന്നു. കാരണം സമ്മർ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചാപ്പൽ ബ്രിഡ്ജ് മൊത്തം പൂക്കളും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരുപാട് വർഷം പഴക്കമുള്ളതാട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പണിയില്ലേ, ഇതാട്ടോ ആ പണി. ഞങ്ങൾ ലുസേണിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം ഇതാ. ഇതുപോലെ പല പല വ്യത്യസ്തങ്ങളായ വേഷങ്ങൾ ധരിച്ച് ചെറുപ്പക്കാർ, കുഞ്ഞു പിള്ളേർ മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ, എന്തിന് വീൽ ചെയറിലുള്ളവർ വരെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോവുമായിരുന്നു. സംഭവം ഞങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായത്, അന്ന് ലുസേൺ കാർണിവലായിരുന്നു. കാർണിവലിനോടനുബന്ധിച്ച് ഇവർക്കൊരു റാലി തന്നെ ഉണ്ടായിരുന്നു. 4 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു റാലി. ഈ റാലി കാരണം ഞങ്ങൾക്ക് അവിടെ കിട്ടിയ പോസ്റ്റ് വളരെ വലിയൊരു പോസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഐറ്റിനറിയിൽ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾക്ക് മിസ് ചെയ്യേണ്ടി വന്നു, റൈൻ ഫോൾസ്. റൈൻ ഫോൾസിൽ നമ്മൾ ബോട്ടിങ്ങും അതുപോലെ തന്നെ എല്ലാം പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ അത് നമുക്ക് മിസ് ചെയ്യേണ്ടി വന്നു. ഇത് കണ്ടു, ഇതുപോലെ ഒരുമാതിരി നമുക്ക് കണ്ടാൽ ഒരു സുഖവും ഇല്ലാത്ത മാസ്ക് ഒക്കെ ധരിച്ചാണ് ഇവരുടെ എല്ലാവരുടെയും റാലിയിൽ എല്ലാവരും ഉള്ളത്. ഇത്രയും നേരത്തെ റാലിയിൽ ഒരാൾ പോലും സ്വന്തം മുഖം വെച്ചിട്ട് റാലിയിൽ പങ്കെടുക്കുന്നില്ല. ഇതുപോലത്തെ മാസ്കാണ് എല്ലാവരും ഇട്ടേക്കുന്നത്. ഒരു വിധത്തിൽ റാലി എല്ലാം കഴിഞ്ഞ് പിന്നെയും റോഡ് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങളൊരു 45 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓടിപ്പോയത് ലിൻഡിൻ്റെ ഹോം ഓഫ് ചോക്ലേറ്റിലേക്കാണ്. അവിടെ നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. ഞങ്ങൾ ചെന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്താണ് ചെന്നത്. അതുകൊണ്ടാണ് ഇത്രയും റഷ് കുറഞ്ഞത്. ഈ കാണുന്നത് ചോക്ലേറ്റ് ആകട്ടോ. എന്നാ രസമാണെന്ന് നോക്കി അതിങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്ന കാണാനായിട്ട്. ഇതൊരു മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹിസ്റ്ററി ഫുൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു മസ്റ്റ് വിസിറ്റഡ് പ്ലേസാണ്. അല്ലാതെ ഞങ്ങളെപ്പോലെ ജസ്റ്റ് കാണാനാണെങ്കിൽ അങ്ങനെയുള്ള ധാരാളം പേരും അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത് 2 നിലകളിലായിട്ടാണേ ഉള്ളത്. ഒരുപാട് എക്സ്പ്ലനേഷന് അവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 സെഷൻ ഉണ്ടായിരുന്നു. നമുക്ക് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ വേറെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപാര ടേസ്റ്റ്. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ നോർമലി നല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റ്സിനൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടോ, ലിൻഡിൻ്റെ തന്നെ. പക്ഷെ അവിടുന്ന് വാങ്ങിച്ച ചോക്ലേറ്റ്സിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ച് ഓഫീസിലൊക്കെ കൊടുക്കാനായിട്ട്. വളരെ കുറച്ചേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ, കാരണം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ അന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം വളരെ സ്പെഷ്യലായിരുന്നു കേട്ടോ. ഞങ്ങൾ കാത്തിരുന്ന ബെർണിനായ് എക്സ്പ്രസ്സിലെ യാത്ര. ഇതാട്ടോ ബെർണിനായ് എക്സ്പ്രസ്. ഈ എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്ന വഴിയെല്ലാം തന്നെ അതിമനോഹരമായ വഴികളാണ്. ഇത് കണ്ടോ, ഇത് ഇടയ്ക്കൊരു സ്പോട്ടിൽ ഫോട്ടോ എടുക്കാനും ആളുകൾക്ക് അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി നമ്മുടെ ഡ്രൈവർ അവിടെ നിർത്തി തന്നതാണ്. ആ സ്പോട്ടാട്ടോ ഇത്. ഇതിൻ്റെ ഒരു 4 ഇരട്ടി ഭംഗിയാണ് നമ്മൾ പോയ വഴികളും. മലകളും വൈറ്റ് മലകൾ മാത്രമല്ല, നല്ല ഗ്രീനറിയും അതുപോലെ തന്നെ നല്ല പല പല രീതിയിലുള്ള നമ്മൾ വന്നത് ഇറ്റലിയിലേക്കാട്ടോ. ഇതാ ഇറ്റലി നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ഡേ ഒക്കെ ഉള്ളൂ കേട്ടോ. നമുക്ക് നൈറ്റാണ് ഇറ്റലിയിൽ നിന്ന് ഫ്ലൈറ്റ് തിരിച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റ സ്പോട്ട് മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ കത്തീഡ്രൽ ഇൻ ദ വേൾഡ്, മിലൻ കത്തീഡ്രൽ. നോക്കിയേ
എന്നാ ഭംഗിയാണെന്നറിയോ? ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഭംഗി കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ അടുത്തോട്ട് പോകണം. അത്ര ഡീറ്റെയിലിംഗ് ആണ് ഓരോ സ്ഥലവും, ഓരോ പോർഷനും അത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിറ്റേ ദിവസം അവിടെ ഫുട്ബോളിൻ്റെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേജൊക്കെ ചെറുതായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേ കത്തീഡ്രലിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് നോക്കിയേ. എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മൾ അല്ലാതെ അവിടെ നേരിട്ട് ചെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇറ്റ് വാസ് ഓസം. അത്ര സൂപ്പറാണ്. നമ്മളവിടെ ചെല്ലുമ്പോഴേ ഒരു ഡിവൈൻ ഫീൽ നമുക്ക് കിട്ടും. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ലൈഫിൽ വൺസ് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. എങ്ങോട്ടാണ്? ഒന്നും പറയണ്ട. പറ. 5 ദിവസത്തെ പര്യടനത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്റെ സോഫയിലേക്ക് ഞാൻ പോകുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. അവസാനം ക്ഷീണിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ 5 ദിവസത്തെ യാത്രയുടെ വിശേഷങ്ങൾ. ഈ ഐറ്റിനറി നോക്കി നിങ്ങളൊരു യാത്ര പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.